മേനോന്റെ ബെക്കാടി കച്ചവടത്തെ ന്യായീകരിക്കാൻ റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ ചെന്ന് കയറിക്കൊടുത്ത നായരുടെ അവസ്ഥ നോക്കണേ. എന്തൊരു ഗതികേട്. അല്ലെങ്കിൽ പോകാതിരുന്നൂടെ? കയ്യോടെ രേഖ സഹിതം പിടിച്ചു. അഴിമതിക്ക് വേണ്ടി മംഗലാപുരത്ത് പോയി ഡീലുണ്ടാക്കി. അതിനുവേണ്ടി 2 മണിക്കൂറിനിടയിൽ 7 ഉദ്യോഗസ്ഥരെ മറികടന്നൊരു ഫയൽ ഈ അമ്പിൽ നിന്ന് അസ്ത്രം തൊടുത്തു വിടുന്നത് പോലെ നേരെ പാഞ്ഞ് ശരവേഗത്തിൽ വന്ന് മേനോന്റെ ടേബിളിലെത്തുകയാണ്. ആ ടേബിളിലെത്തിയ വിഷയം ഞങ്ങൾ ചർച്ചയ്ക്ക് വരണില്ല, കൈയോടെ പിടിച്ചതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള VM സുധീരൻ, KC വേണുഗോപാൽ, എക്സൈസ് മന്ത്രി M ലിജു തുടങ്ങിയവരെല്ലാവരും ചെയ്ത പ്രവൃത്തി ഒരുമാതിരി തോന്നിവാസമാണെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ നായർക്ക് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ ഭാവി നാളെ പൂത്തൊലയണമെന്നുണ്ടെങ്കിൽ മേനോനെ സംതൃപ്തിപ്പെടുത്തിയാലേ പറ്റുള്ളൂ. അങ്ങനെയാണ് രാജു P നായർ ഇന്നിപ്പോ സധൈര്യം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നേരെ ചർച്ചയ്ക്ക് ചെന്ന് കയറിയത്. ബാക്കി നിങ്ങൾ തന്നെ കണ്ടു വിലയിരുത്തും. എന്തൊരു മെഴുകലാടേ. ബജറ്റ് അവതരിപ്പിക്കാനുള്ളത് കൊണ്ട് നീങ്ങിയ ഫയൽ LDFിന്റെ മധ്യനയമാണോ? അങ്ങ് എന്റെ മുറയിലെ ഞാൻ പറയുന്ന കാര്യങ്ങളെ, എന്റെ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ വേണ്ടിയോ വ്യക്തിപരമാണോ? അല്ല, നിങ്ങളെന്തിനാ ഞാൻ വ്യക്തത വരുത്തുമ്പോ ഒരു കാര്യം ഞാൻ പറഞ്ഞ് വ്യക്തി വരുമ്പോ മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നത്? സാർ, അങ്ങ് പറഞ്ഞത് ബജറ്റ് അവതരിപ്പിക്കാൻ തിടുക്കമുള്ളത് കൊണ്ട് ഫയൽ നീക്കിയത് ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. ആ കമ്പനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഈ ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ട് സാർ. സാർ ഒന്ന് വായിക്കാമോ? ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടല്ല സാർ, ഇവിടെ എഴുതിയിട്ടുണ്ട്. റെപ്രസെന്റേഷൻ ഫ്രം ബക്കാടി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എഴുതിയിട്ടുണ്ട് സാർ. മാധു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സംസ്ഥാനത്ത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുകളുടെ ടാക്സ് കുറയ്ക്കാൻ തീരുമാനിച്ചു ഇല്ലേ? ഏതെങ്കിലും ഒരാള് ഒരു അപേക്ഷ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമാണെന്നാണോ പറയുന്നത്? സർ, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് എഴുതരുത്, ഇതിൽ എഴുതിയിട്ടുണ്ട് സാർ. ചോദ്യം ചെയ്തു. ഏത് ബജറ്റിൽ എവിടെ എഴുതി? സർ, ബജറ്റിലല്ല സാർ, ഈ ഫയൽ നീക്കത്തിൽ. ഒരു മിനിറ്റ് ഞാൻ പറയാം. അതായത് ഈ ഫയൽ നീക്കം അത് ശരവേഗത്തിൽ നടന്നത് ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് എന്താ മതി എനിക്ക്. ഈ ഫയൽ ശരവേഗത്തിൽ നീങ്ങിയത് ബജറ്റ് അവതരിപ്പിക്കാനുള്ള തിടുക്കം കൊണ്ടാണെന്ന് അങ്ങ് പറഞ്ഞു. അത് ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് അങ്ങനെ വെല്ലുവിളിച്ച് പറഞ്ഞു. ആ ഫയൽ നീങ്ങിയത്, അതായത് ഈ 10:41 നിന്ന് 42 ആകുമ്പോഴത്തേക്കിനും അടുത്ത മേശയിലേക്ക് പോയത് രാത്രി മുഖ്യമന്ത്രി എഴുതിയിട്ട് പിറ്റേ ദിവസം രാവിലെ സെക്രട്ടറി പരിശോധിച്ച ഫയലിന്റെ മുകളിൽ സാർ എഴുതിയിട്ടുണ്ട് റെപ്രസെന്റേഷൻ ഫ്രം ബക്കാടി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. എന്തിനാണ് സാർ എഴുതിയത്? ശരി, ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കോൺട്രാക്ട് കാരിയസിന്റെ കാര്യം പറഞ്ഞല്ലോ, കോൺട്രാക്ട് കാരിയസിന്റെ കാര്യം പറഞ്ഞല്ലോ. അല്ലെ, അങ്ങനെ ഇടപെടല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺട്രാക്ട് കാരിയേജസ് ഒരു റെപ്രസെന്റേഷൻ കൊടുക്കുന്നു. ഈ സംസ്ഥാനത്തെ ടൂറിസ്റ്റ് വെഹിക്കിൾസിന്റെ ഇത് കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ റെപ്രസെന്റേഷൻ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ അടുത്ത് അത് ബജറ്റിൽ കുറച്ചാൽ ഈ കോൺട്രാക്ട് കാരിയേഴ്സിന്റെ അസോസിയേഷൻ ഉള്ളവർക്ക് മാത്രമാണ് അതിന്റെ ഗുണം നിങ്ങൾ നിർവഹിക്കുമോ? സർ, ഇത് ബജറ്റിൽ വായിച്ച കാര്യമല്ല പറയുന്നത്, ഈ ഫയൽ നീക്കത്തിന്റെ കാര്യമാണ്. അങ്ങേക്കത് മനസ്സിലാവാഞ്ഞിട്ടല്ല, ഈ ഫയൽ നീങ്ങിയതിന്റെ കാര്യമാണ് പറയുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. ഈ ഫയൽ നീക്കവും ബജറ്റും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഞാനാണ് ചോദിച്ചത് സാർ. മാധു, ഒരു ഫയൽ വന്നാൽ ഒരാൾ കൊടുത്ത റെപ്രസെന്റേഷൻ അല്ലേ ഒരു ഫയല്? നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? സാർ, ഇവിടെ അല്ല, അതെനിക്ക് അങ്ങോട്ട് ആവർത്തിച്ച് ചോദിക്കാനുള്ളൊരു കാര്യമാണ്. റെപ്രസെന്റേഷൻ ഉണ്ടാവോ? ശരി ശരി. സാധാരണഗതിയിൽ എന്തൊരു പഞ്ച് ഡയലോഗ് അടിക്കുന്ന നായരാണ്. ഇന്നത്തെ അവസ്ഥ നോക്കൂ, ഒന്നും അങ്ങോട്ട് മെനയാകുന്നില്ല. ചോദ്യം എന്ത്, പറയുന്ന ഉത്തരം എന്ത്? ബക്കാടി പ്രൈവറ്റ് ലിമിറ്റഡ് ഓഫ് ഇന്ത്യ എന്ന് അതിനകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തെ എഴുതി വെച്ചിട്ട് ആ വാക്ക് അങ്ങോട്ട് കേൾക്കുന്നില്ല. ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി നമ്മൾ നികുതി കുറച്ചാൽ മൊത്തത്തിൽ വരില്ലേ? ഞങ്ങളിത് വീര്യം കുറഞ്ഞ മദ്യത്തിന് വേണ്ടി ഒരു പൊതു ബഡ്ജറ്റ് തീരുമാനമെടുത്തു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ബക്കാടിയുടെ ഫയൽ നീങ്ങിയിരിക്കുന്ന കാര്യമെന്ന് ചോദിക്കുമ്പോൾ അപ്പുനായരുടെ കണ്ണിമാങ്ങ എന്ന് പറയുന്ന അവസ്ഥയാണ്. എന്തായാലും ചാനൽ ചർച്ചകളിലേക്ക് ഒരു വിസ്മയമാണ്. 1 മാസം കൊണ്ട് മേനോൻ മുഖ്യൻ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ചാനൽ ചർച്ചക്കാരെ വന്ന് നാണം കെട്ട് തൊലി ഉരിഞ്ഞു പോകുന്ന അവസ്ഥയിൽ എത്തിച്ചത് എന്ന് നോക്കണേ. ചെയ്ത പ്രവൃത്തി കള്ളത്തരമാണെന്ന് കയ്യോടെ പിടിക്കപ്പെട്ടു. അതിലിനി ഒരു സംശയവുമില്ല. ഈ നാട്ടിലെ കോൺഗ്രസിനെ അധികാരത്തിൽ വരാൻ സഹായിച്ച ലീഗ് ആയിക്കോട്ടെ, സഭാ നേതൃത്വം ആയിക്കോട്ടെ, എല്ലാവർക്കും
ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടം ദുരുദ്ദേശമാണെന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ അതിന് പിന്നിൽ താല്പര്യവും സാമ്പത്തിക ഇടപാടുമുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ ചിലർ ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് അതിൻ്റെ ഒരു വിഹിതം ഞാൻ തരാം, എന്നെ പോയിട്ട് ന്യായീകരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും നാട്ടുകാർ ഇതൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കൈയോടെ തെളിവ് സഹിതം പിടിച്ച കാര്യങ്ങളെയൊക്കെ ന്യായീകരിച്ച് നായർ ഒരു വശമായി. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് വരെ നാണക്കേട് കൊണ്ട് ചർച്ച കാണാൻ പറ്റാത്ത അവസ്ഥയെന്നാണ് അവർ തന്നെ അടക്കം പറയുന്നത്.